നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓട്ടപ്രദർശനം ചർച്ച ചെയ്യുന്നത് ശോഭാ സുരേന്ദ്രന് നേരെ ഇളകി വന്ന കടന്നൽക്കൂടുകളെക്കുറിച്ചാണ്. ശോഭാ സുരേന്ദ്രന് നേരെ ഇളകി വന്ന കടന്നൽക്കൂടുകൾക്കകത്ത് ഭീകരവാദികളുണ്ട്, കോൺഗ്രസ് തന്നെ കൊടുത്ത PR വർക്കുകാരനുണ്ട്, പിന്നെ കുറച്ച് ദല്ലാൽ നന്ദകുമാറും അവരും ഇവരുമൊക്കെ ചേർന്നുള്ള ഒരു കോക്കസാണ്. ഈ കോക്കസ് എന്തിന് ശോഭാ സുരേന്ദ്രനെ ആക്രമിക്കണം? എന്തിന് പാലക്കാട് ഒരു MLA, ഇതുപോലെ ശക്തയായ ഒരു MLA വരുന്നതിന് ആക്രമിക്കണം? തീർച്ചയായിട്ടും ഉത്തരം വളരെ ലളിതമാണ്. ഭീകരവാദിക്ക് അവിടെ വളരാൻ പറ്റുന്ന ഒരു വളക്കൂറ് പാലക്കാട് ഉണ്ടായിരുന്നു ചില മേഖലകളിലൊക്കെ. പക്ഷേ ശോഭാ സുരേന്ദ്രൻ അവിടെ വന്നു കഴിഞ്ഞാൽ, ശോഭാ സുരേന്ദ്രനെ പോലെ വളരെ കരുത്തുറ്റ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ സംഘത്തിൻ്റെയൊക്കെ ഒരു കരുത്തും ധീരതയുമൊക്കെയുള്ള മാനസികമായിട്ട് വലിയ ശേഷിയുള്ള ഒരു MLA വന്നാൽ തീർച്ചയായിട്ടും അവരുടെ പദ്ധതികൾ അപ്പാടെ പാളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതിൽ വളരെ കൃത്യമായ രീതിയിലുള്ള എതിർപ്പ് ശോഭാ സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്ത് തന്നെ വരുന്നത്. അവർ വിജയിക്കുവാൻ പോകുന്നു എന്നതിന് ശേഷവും അവർക്കെതിരെ നിരന്തരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവർക്കെതിരെ ഒരു കേസ് ഉണ്ടാക്കി ഇവരെ അയോഗ്യയാക്കണം. അതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെയും അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വാസ്തവം. കാരണം പല എതിർപ്പുകളെയും തോൽപ്പിച്ച് വന്ന ഒരു വനിതയാണ്, അത്രയധികം ശക്തിയാണ്. പലരുടെയും അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രൻ വളരെ ക്രെഡിബിളായിട്ടുള്ള വളരെ ശക്തിയുള്ള ഒരു MLA ആണ്, ശക്തിയുള്ളൊരു MLA ആയിരിക്കും, അത്തരത്തിലുള്ളൊരു വനിതയാണ് എന്ന് പലപ്പോഴും നമ്മളിപ്പോൾ പബ്ലിക് ഒപ്പീനിയനൊക്കെ എടുക്കാൻ പോകുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ബിഗ് TV ഒക്കെ അവിടുത്തെ ഒരു അഭിപ്രായ സർവേ എടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു റിഫ്ലക്സ് എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനായിരിക്കും അടുത്ത MLA എന്നുള്ള രീതിയിൽ തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഈ ബിഗ് TV പറഞ്ഞവർ തടിതപ്പാൻ നോക്കിയത് ഇത് BJPയുടെ ഒരു സ്ട്രോങ് ഹോൾഡാണ്, ഇനി അങ്ങോട്ടൊന്ന് മാറട്ടെ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്നും ഈ തരത്തിലുള്ള റിപ്ലൈ ആണ് വരുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ വളരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയും അവിടെ നടത്തിയത്. പ്രത്യേകിച്ചും അവസാനത്തെ 48 മണിക്കൂറിൽ കോൺഗ്രസ് നടത്തിയ ഇത്തരം നീക്കത്തിനും പിന്നിൽ വളരെ വ്യക്തമായ ഒരു ഗൂഢ ലക്ഷ്യം തന്നെയുണ്ട്. അത് കോൺഗ്രസിൻ്റെ പ്ലാനല്ല, അത് കനകോലുവിൻ്റെ പ്ലാൻ തന്നെയാണ്. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെയാണ്, എന്ത് ഫലമാണ് കോൺഗ്രസിനെ കാത്തിരിക്കുന്നതെന്ന്, പാലക്കാടെങ്കിലും എന്ത് ഫലമാണ് കാത്തിരിക്കേണ്ടതെന്ന് ഇനി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെയൊക്കെ വിലയിരുത്തൽ വന്നിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്തിൻ്റെ വിലയിരുത്തലാണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് എവിടെയൊക്കെ സീറ്റ് നഷ്ടപ്പെടും, അത് കഴക്കൂട്ടം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാട്ടാക്കട, നേമം പോലുള്ള മണ്ഡലങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന തരത്തിലാണ് CPMൻ്റെ ഉൾപാർട്ടി ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. പാർട്ടി ഓരോ ജില്ലകളിലായിട്ടുള്ള രീതിയിൽ വിലയിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇക്കുറി പാലക്കാടും പാർട്ടിക്ക് നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പാലക്കാട് മലമ്പുഴ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു. ഇനി മഞ്ചേശ്വരത്തും മറ്റു മേഖലകളിലൊന്നും മറ്റു പാർട്ടികൾക്ക് കടന്നു കയറുവാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കണം. മഞ്ചേശ്വരത്ത് ഇക്കുറി സുരേന്ദ്രൻ ജയിക്കും എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ കോഴിക്കോട് സൗത്തും നോർത്തും ഒക്കെ വളരെ നിർണായകമായ ശക്തിയായിട്ട് തന്നെ BJP മാറുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. കൊല്ലത്ത് പോലും, ചാത്തന്നൂർ, കൊല്ലത്തും ഇനി തിരുവനന്തപുരത്ത് തന്നെ ആറ്റിങ്ങൽ പോലുള്ള പ്രദേശങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് BJP അവിടെ നടത്തുന്നത്. വിജയിക്കുവാനുള്ള സാധ്യതയും ഏറെക്കുറെ വലിയ സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അത്തരം BJP ഒരു വലിയ മുന്നേറ്റം നടത്തുകയും കോൺഗ്രസ്സിലേക്ക്, അതായത് ഒരു ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാകുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ വളരെയധികം വിരളി പൂണ്ട് നടക്കുകയാണ് രാഷ്ട്രീയ കക്ഷികൾ. ഇപ്പോൾ കോൺഗ്രസ് ആയാലും കോൺഗ്രസിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു വലിയ ആശ്വാസമൊന്നുമില്ല. ഇങ്ങനെ ഒരു വിലയിരുത്തൽ സംഭവിക്കുന്നുണ്ട് എങ്കിലും വലിയ ചില സർവേകൾ വ്യക്തമായി നമുക്ക് ഉത്തരം തരാൻ പറ്റില്ല എന്നാണ് ചില സർവേകൾ പറയുന്നത്. അപ്പോൾ ഈ ഇരു കക്ഷികൾക്കും വലിയ അങ്കലാപ്പാണുള്ളത്. അതോടൊപ്പം തന്നെ പാലക്കാടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നെ ഒരു BJP MLA അവിടെ എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരുടെ പദ്ധതികൾ പലതും നടപ്പിലാക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഭീകരവാദികൾ പതിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ എതിർക്കുവാൻ വേണ്ടിയിട്ട് BJPയുടെ MLA വന്നു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് പൊതുവിൽ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം. ആ രീതിയിലാണ് ആൾക്കാർ പലപ്പോഴും നമ്മൾ ഈ പബ്ലിക് ഒപ്പീനിയനൊക്കെ പോകുമ്പോഴത്തേക്കും ജനങ്ങളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു. ജനങ്ങൾ ഏറെക്കുറെ ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലൊരു ആൾട്ടർനേറ്റീവിന് എന്ന്.
അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ഇനി 2 മുന്നണികളല്ല കേരളത്തിലുള്ളത്, 3-ാം മുന്നണി വന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, നമുക്ക് കേൾക്കുവാൻ കഴിയുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് BJPയുടെ തുടക്കമാണിത്, മറ്റ് 2 പാർട്ടികളുടെയും അവസാനവുമാണിത് എന്നുള്ളതാണ്. മറ്റ് 2 പാർട്ടികളും അവസാനിക്കാൻ പോകുന്നു, BJP തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. BJP തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു, ഇനി അത് മുന്നോട്ട്. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചു, ഇനി മറ്റ് പല മേഖലകളിലേക്കും കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട്. അങ്ങനെ BJP മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വലിയ അങ്കലാപ്പാണ് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മനസ്സിലുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം, ശോഭാ സുരേന്ദ്രനെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നത് അവരുടെ ഒരു പദ്ധതിയുടെ തന്നെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ ദലാൽ നന്ദകുമാറിൻ്റെ കാര്യമായാലും, PR വർക്കിൽ കനകോലുവിൻ്റെ കാര്യമായാലും, SDP ഭീകരവാദികളുടെ കാര്യമായാലും ഒക്കെ ഇത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള കരുത്ത് ശോഭാ സുരേന്ദ്രനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരത്തിലൊരു വനിതയാണ് അവർ എന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിനകത്ത് അവർ പതിപ്പിച്ചിട്ടുള്ള ഇടങ്ങളിലെല്ലാം അവർ മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ് അവരുടെ രോഷം, അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ പോരാട്ട വീര്യം, അതോടൊപ്പം ജനങ്ങൾക്കൊപ്പം നിൽക്കുവാനുള്ള അവരുടെ ശക്തി, ഒപ്പം ഒരു അമ്മയുടെ നൈർമല്യം, വാത്സല്യത്തോടു കൂടി കുട്ടികളെ സമീപിക്കുന്നതും നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളതെല്ലാം. ഏതൊക്കെ തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം, ആലപ്പുഴയിൽ നോക്കിയാലും, ഇനി തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് നോക്കിയാലും, പാലക്കാട് നോക്കിയാലും, അങ്ങനെ അപൂർവം വ്യക്തിത്വങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ എവിടെ വേണോ അവർക്ക് മത്സരിക്കുവാൻ കഴിയും എന്നുള്ളത്. അത്തരത്തിലൊരു ഫാൻ ബേസ് തന്നെ, അത്തരത്തിലൊരു വോട്ട് ബേസ് തന്നെ ശോഭാ സുരേന്ദ്രനുണ്ട് എന്നുള്ളതാണ്. പാർട്ടിക്ക് രാഷ്ട്രീയമായി BJPയുടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിൽ ആൾക്കാർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ വാക്കുകളിൽ, അവരുടെ ഉറച്ച വാക്കിലൊക്കെ ആൾക്കാർ വിശ്വാസമർപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. കാരണം ശോഭാ സുരേന്ദ്രനെ പോലും, അതുകൊണ്ട് തന്നെയാണ് ഈ SDP പോലുള്ള സംഘടനകൾക്ക് ശോഭാ സുരേന്ദ്രനെ ഭയമാകുന്നതും. അവർ വന്നാൽ നിർണായകമായ പല മാറ്റങ്ങളും പാലക്കാട് സംഭവിക്കും എന്ന് അവർ ഭയപ്പെടുന്നു. പാലക്കാട് അത്തരത്തിലുള്ളൊരു MLA ഉണ്ടായാൽ പാലക്കാടിൻ്റെ മുക്കിലും മൂലയിലും തൂണിലും തുരുമ്പിലുമൊക്കെയും അവർ ഇറങ്ങിച്ചെല്ലും. ആ ഇടങ്ങളിൽ നിന്നൊക്കെയും ഈ ഭീകരവാദികളെ പുറത്തു കൊണ്ടുവരും. എങ്ങനെയാണോ ഇവർ ഒളിഞ്ഞിരിക്കുന്നത്, ചില പാമ്പുകൾ മാളത്തിൽ കയറുമ്പോൾ പുകച്ച് പുറത്ത് ചാടിക്കുന്ന തരത്തിൽ, ആ തരത്തിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ പാലക്കാട് ഉണ്ടാകും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്നത്. ഒപ്പം കേരളത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് തടയിടുക എന്നത്, കേരളത്തിലെ പ്രധാനമായി മുന്നേറുന്ന പാലക്കാട് പോലുള്ള ജില്ലയിൽ ഈ വികസനം അല്ലെങ്കിൽ BJPയുടെ ഒരു വികാസത്തിന് തടയിടുക എന്നുള്ളത്. പക്ഷേ ഇനി മറ്റൊരു മേഖലയിലേക്ക് കടന്നുപോയാൽ, തൃശ്ശൂരിലേക്ക് എത്തിയാൽ, മണലൂരിലൊക്കെ വലിയ മത്സരമാണ് നടക്കുന്നത്. മണലൂർ, അതുകൊണ്ട് TN പ്രതാപൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവിടെയും വലിയ പ്രശ്നങ്ങൾ, ഈ കിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി TN പ്രതാപൻ തന്നെ ശ്രമം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും. ഇവിടെ തിരുവനന്തപുരത്ത് രസകരമായ കാര്യങ്ങളാണ് ഇപ്പോൾ ശിവൻകുട്ടിയുടെയൊക്കെ ഭാഗത്ത്, കോൺഗ്രസിൻ്റെ അല്ല, ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നായാലും ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് BJP GPay വഴിയാണ് പൈസ ട്രാൻസാക്ഷൻ ചെയ്തതെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് എന്നറിയില്ല. റെയിൽവേ മെയിൽ സർവീസിൽ കൂടെ കെട്ടുകളായി നോട്ടുകൾ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് എന്നറിയില്ല. കാരണം ഇതൊക്കെ അക്കൗണ്ടബിളായിട്ടുള്ള, ഇതൊക്കെ പ്രൂഫുള്ള പൈസകൾ മാത്രമേ, പ്രൂഫുള്ള പൈസ ഇനി റെയിൽവേ മെയിൽ സർവീസിൽ കൂടെ അങ്ങനെ സംഭവിക്കുകയില്ല. മറുഭാഗത്ത് GPayയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എന്തൊക്കെ രേഖകളുള്ള, അല്ലാതെ ഡിജിറ്റൽ രേഖകളുള്ള ഒരു പൈസ തന്നെയാണ് GPayയിൽ കൂടി ട്രാൻസാക്ഷൻ നടത്തുന്നത്. ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ഇത് കള്ളപ്പണമല്ലേ? അത് ആ രീതിയിലൊക്കെ ചെയ്യുമോ? പിന്നെ വീണ്ടും തുടർന്ന് പറയുന്നുണ്ട്, അദ്ദേഹം സത്യസന്ധനാണ് കേട്ടോ, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വയസ്സായവരോട് ഒരു പ്രണയമുണ്ടാകും, അവർക്ക് കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ അത് കൂടുതലാകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ തരത്തിലുള്ളൊരു അഭിപ്രായം പറഞ്ഞതെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി മറ്റു കാര്യങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തീർക്കാൻ പറ്റില്ല, അത്രയേറെ ഉണ്ട് കാര്യങ്ങൾ അഭിപ്രായപ്പെടാൻ, മൊണാലിസയുടെ കാര്യം ഒക്കെ. എന്തായാലും കേരളത്തിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഒരു ചരിത്രം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. ആ ചരിത്രത്തിനൊപ്പം പോരാട്ട വീര്യത്തോടുകൂടി ഉറച്ചു നിൽക്കുകയാണ് ശ്രീ ശോഭാ സുരേന്ദ്രനും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.